വരുമെന്ന് ഉച്ചയ്ക്ക് വിളിച്ച് നമ്മളുടെ അടുത്ത് എല്ലാം ഒരുങ്ങി വരണം, പൂവൊക്കെ ഇട്ട് സ്വീകരിക്കണം വരണം. അങ്ങനെ ഒരു 3:30 മണി തൊട്ടേ നമ്മൾ കാത്തിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ എന്നാലും അത് മോശമായി പോയി കാണിച്ചതേ. ഇന്നലെയൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഈ സമയത്ത് ഗാനമേളയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ മുതലേ ഇവിടെ കാത്തിരിക്കുക എല്ലാ ആൾക്കാരും. മുഖ്യമന്ത്രി നേരത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മളെല്ലാം ബാക്കിലോട്ട് മാറ്റിയിരുത്തി മുഖ്യമന്ത്രി വരുമ്പോൾ അവർക്ക് സൗകര്യം ഒരുക്കണമെന്നെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. മുഖ്യമന്ത്രി വരുമെന്ന് വിചാരിച്ചു വരുമെന്ന് പറഞ്ഞായിരുന്നു. അതെ, കാത്തിരുന്ന് വന്ന് ഇറങ്ങി, ശകലം വന്ന് ഇറങ്ങി ഉടനെ കയറി പോവുകയും ചെയ്തു. മുഖ്യമന്ത്രി കാത്താണ്. പിന്നെ നമ്മൾ മുഖ്യമന്ത്രി പ്രതീക്ഷിച്ചാണ്, ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മൾ അവിടെ പോയി സ്വീകരിക്കാനായിട്ട് നിന്നത്. പക്ഷെ ഇറങ്ങി വന്നപ്പോഴും നമ്മൾ സന്തോഷിച്ച് മുഖ്യമന്ത്രി ഇങ്ങനെ വരുമെന്ന്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ കയറിപ്പോയപ്പോൾ നമ്മൾക്കെല്ലാം ഭയങ്കര സങ്കടമായി. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, നമ്മൾ സങ്കടമായി പോയി. പിന്നെ നമുക്ക് വേറെ ഞങ്ങൾ മുഖ്യമന്ത്രി പ്രതീക്ഷയാണ് ഇത്രയുള്ളത്. അനിയനൊക്കെ ഒരുപാട് നാളുകൊണ്ട് കാത്തിരുന്ന് വിളിച്ചതാണ്. വരുമെന്ന് പറഞ്ഞാണ് അവസാന നിമിഷമാണ് മാറിയത്. വിഷമമുണ്ട് ഞങ്ങൾക്ക്. മുഖ്യമന്ത്രിയെ കാത്തിരുന്നിട്ട് വളരെയധികം വിഷമമുണ്ട്. ഞങ്ങളുടെ ഇത്രയും ദിവസത്തെ മോർ ദാൻ 3-4 മന്ത്സിന്റെ കഷ്ടപ്പാടാണ് എല്ലാവരുടെയും. ഇത്രയും അധികം ആളുകളെ വിളിച്ചു വരുത്തി നമ്മൾ ഓരോ പ്രതീക്ഷകളും കൊടുത്തിട്ട് മുഖ്യമന്ത്രി വരാതിരുന്നപ്പോൾ വളരെ ദുഃഖമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അതുമാത്രമല്ല, ഇന്നലെ രാവിലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളും പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യേണ്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഞങ്ങളെ അറിയിച്ചതാണ്. ഇന്ന് രാവിലെയും കൂടെ വന്ന് ചെക്കിംഗ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ വളരെ മുഖ്യമന്ത്രി ചൂടായിട്ടാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉടനെ ചാടി കയറിപ്പോയി. എന്ത് ചെയ്യാൻ, ഞങ്ങൾ ഇത്രയും കഴിയും. നമ്മളെ പോലുള്ളവരുടെ വോട്ടിട്ടാണ് ഇത്രയും ആയത്. അത് ചിന്തിച്ചില്ലല്ലോ. ഞങ്ങൾ എന്തുമാത്രം വിഷമത്തിലാണ് ഇരിക്കുന്നത് അറിയാമോ? ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞങ്ങളെ വിഷമം ഓരോ വ്യക്തികളുടെ ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടാണ്. സാറേ, എത്ര നാളത്തെ കഷ്ടപ്പാടാണെന്നറിയോ? ഓരോ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, SNDP ആവട്ടെ, ഇവിടെ ജാതിഭേദ മതമെന്നെ എല്ലാവരും ഒരേപോലെയാണ് ഇവിടെ കണക്കാക്കുന്നത്. എന്നിട്ടും ഇത്രയും വലിയൊരു ചെയ്ത് നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല സാറേ. ഗുരുദേവന് ജാതിയില്ലല്ലോ. രാഷ്ട്രീയം വെച്ച് ഇത് ചെയ്തത് വളരെ മോശമായിപ്പോയി. ഗുരുദേവസ്വാമി ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്നതല്ലേ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് രാഷ്ട്രീയം മിങ്കിൾ ചെയ്തത് വളരെ തെറ്റായിപ്പോയി.